പശ്ചിമേഷ്യയിൽ അടിയും തിരിച്ചടിയും തുടരുകയാണ്. ഇപ്പോഴിതാ നിർമ്മാണത്തിലിരുന്ന തങ്ങളുടെ ആണവ കേന്ദ്രം US ആക്രമിച്ചെന്ന് പറയുകയാണ് ഇറാൻ. ഖുസസ്താൻ പ്രവിശ്യയിലെ ഡാക്കോവിൻ ആണവ നിലയമാണ് ആക്രമിച്ചത്. പ്രാദേശിക മാധ്യമങ്ങളാണ് ആക്രമണ വിവരം പുറത്തറിയിച്ചതും. ആക്രമണത്തെ ഇറാൻ ആണവോർജ ഏജൻസി അപലപിച്ചു. 2022 പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങിയത്. തുടർച്ചയായ 7ാം ദിവസമാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. മധ്യപ്രവിശ്യയായ യസദ് നഗരത്തിൽ 5 സ്ഫോടനങ്ങൾ നടത്തി. ബന്ദറബാസ്, സിറക് ഹിഷം ദ്വീപുകളിലും ആക്രമണം നടത്തി. അതേസമയം ആക്രമണത്തിൽ ഇറാനും തിരിച്ചടിച്ചു. ഹോർമുസിൽ 2 എണ്ണക്കപ്പലുകൾ ആക്രമിച്ചു. ബദൽ പാതയിലൂടെ പോകുന്നത് അപകടമെന്ന മുന്നറിയിപ്പും ഇറാൻ സേന നൽകിയിട്ടുണ്ട്. ജോർദാനിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CBS ന്യൂസാണ് ഇക്കാര്യവും പുറത്തുവിട്ടത്. ഇറാൻ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. രാജ്യത്തെ 5 പാലങ്ങളും വൈദ്യുത നിലയവും ട്രെയിൻ സ്റ്റേഷനുകളും ആക്രമിക്കപ്പെട്ടതായാണ് ഇറാൻ അറിയിച്ചത്. കുവൈറ്റിനും ഖത്തറിനും ബഹ്റിനും നേരെ ഇറാൻ സേന പ്രത്യാക്രമണം നടത്തി. ആക്രമണത്തിൽ കുവൈറ്റിലെ വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ പ്ലാന്റ് തകരാറിലായിരുന്നു. ഇറാൻ US വിജയവഴിയിലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം മധ്യേഷ്യയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തിരിച്ചടി മുന്നിൽ കണ്ട് ഇസ്രയേലിലേക്ക് ഡസൻ കണക്കിന് ആകാശമാർഗേണ ഇന്ധനം നിറയ്ക്കുന്ന യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി എത്തിക്കാൻ അമേരിക്കൻ ഭരണകൂടം തന്ത്രപരമായ സൈനിക നീക്കം ആരംഭിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആണവ നിലയങ്ങളും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് വരും ദിവസങ്ങളിൽ US വലിയ തോതിലുള്ള വ്യോമാക്രമണത്തിന് മുതിർന്നേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനിടയിലാണ് മേഖലയെ യുദ്ധഭീതിയിലാക്കി ഈ പുതിയ നടപടിയും വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ സിറ്റുവേഷൻ റൂമിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് ഇറാനുമേൽ ശക്തമായ വ്യോമാക്രമണം നടത്തുന്നതിനുള്ള സൈനിക പ്ലാനുകൾ അവലോകനം ചെയ്തത്. ഹോർമസ് കടലിടുക്കിന് ചുറ്റുമുള്ള നിലവിലെ പ്രാദേശിക ആക്രമണങ്ങൾക്കും അപ്പുറം ഇറാന്റെ ആഭ്യന്തര മേഖലകളെ നേരിട്ട് ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് US പ്രതിരോധ വകുപ്പ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ, ഭൂഗർഭ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് അതീവ സുരക്ഷിതമായ പിക്കാക്സ് മൗണ്ടൻ തുടങ്ങിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ തകർക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ എല്ലാം പ്രധാന ലക്ഷ്യവും. അതിനിടെ കുവൈറ്റിലെ പ്രധാന വൈദ്യുതി കുടിവെള്ള ഉൽപാദന പ്ലാന്റിന് നേരെ 2 ദിവസത്തിനിടെ 2ാം തവണയും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിൽ വീണ്ടും വൻ തീപിടുത്തമുണ്ടായതായി വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർച്ചയായ ആക്രമണം രാജ്യത്തെ നിരവധി വൈദ്യുത ഉൽപാദന യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് അടിയന്തര കർമ്മ പദ്ധതികൾ സജീവമാക്കുകയും രാജ്യത്തെ മൊത്തം വൈദ്യുതി ഗ്രിഡിന്റെ സ്ഥിരത നിലനിർത്താനുള്ള പ്രതിരോധ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്കയാണ് UAE രേഖപ്പെടുത്തിയത്. മേഖലയിൽ സംഘർഷങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും കൂടുതൽ അസ്ഥിരതയിലേക്കും യുദ്ധാവസ്ഥയിലേക്കും നയിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളും പിന്മാറണമെന്നും UAE ഔദ്യോഗികമായി ആഹ്വാനം ചെയ്തു. അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനും പശ്ചിമേഷ്യ വീണ്ടും ഒരു ആക്രമ പരമ്പരയിലേക്ക് വീണുപോകാതിരിക്കാനും എല്ലാ കക്ഷികളും പരമാവധി ആത്മസംയമനം പാലിക്കണമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മേഖലയിലെ ശത്രുപരമായ നീക്കങ്ങൾ അടിയന്തരമായി അവസാനിപ്പിച്ച് എത്രയും വേഗം ചർച്ചകളിലേക്ക് മടങ്ങി വരണമെന്ന് UAE പറയുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ സുരക്ഷിതമായി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും രാജ്യം ആവർത്തിക്കുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തെ ബാധിക്കുന്ന സമുദ്രപാതകളിലെ ആക്രമണങ്ങൾ ഒട്ടും അംഗീകരിക്കാനാകില്ല എന്നും UAE വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.